എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബീഫ് കറിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നത്. ബീഫ് കറിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ആയിക്കോളി. അപ്പോൾ ഇതാ നല്ല പോലെ കഴിച്ചെടുത്ത ബീഫിനെ ഞാനിതാ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ വെള്ളമെല്ലാം ഒന്ന് ആറ്റിയെടുത്തിട്ടല്ലേ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ടാക്കി വെച്ച് ഉള്ളി അതും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. ഉള്ളി ഫ്രൈ ആക്കുന്നൊന്നുമില്ല, ഉള്ളി ഫ്രൈ ആക്കുന്ന ഞാൻ കുറച്ച് ഉള്ളി ഫ്രൈ ആക്കുന്നത്. നമ്മൾ കറിക്ക് ഇടുന്ന ആവശ്യത്തിനുള്ള ഉള്ളിയെല്ലാം ഞാൻ ഇറച്ചിൻ്റെ മുകളിലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇത് പച്ചമുളക് ഇറച്ചി പേസ്റ്റ് ആക്കിയത് അതും കൂടി ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നില്ല, എണ്ണക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുറിച്ച് വെച്ച തക്കാളി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഞാനൊരു എൻ്റെ പാർട്ടി ബ്ലോഗ് ഇട്ടിട്ടില്ലേ, അപ്പം അന്നത്തെ വീഡിയോ ആണത്. അപ്പം അന്ന് റെസിപ്പി ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പി വീഡിയോ എടുത്ത് വെച്ചതാണ്. ഇത് മറ്റാവശ്യത്തിനായിട്ടല്ല തക്കാളി കട്ടാക്കിയത്. അപ്പോൾ ഇന്ന് ഞാൻ ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ഇട്ട് കൊടുത്ത് ഇത് 1.5 കിലോ ഇറച്ചിയുണ്ട്. 1.5 കിലോ ഇറച്ചിക്ക് ഒരു 3-4 തക്കാളിയോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. എല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടില്ല, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതാ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ എല്ലാം ചേർക്കാതെ ഉണ്ടാക്കണം എന്നിട്ടുള്ളവർക്കെല്ലാം ഇത് നല്ലൊരു റെസിപ്പിയാണ്. ഒരു സ്പൂണ് എണ്ണ, ഒരു ടീസ്പൂണോളം എണ്ണ, അത്ര എണ്ണ എടുക്കുന്നത്. എന്നിട്ട് ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് കറിച്ചപ്പുണ്ടല്ലോ കറിവേപ്പില അത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ ഒന്ന് മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതും ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ക്യൂബാക്കിയിട്ട് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ ഇതുപോലെ അരച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഇതുപോലെ കട്ടാക്കിയിട്ട് ക്യൂബാക്കിയിട്ട് വെക്കും. നമുക്ക് കറി വെക്കുന്ന സമയത്ത് എളുപ്പത്തിലെടുത്ത് ഇട്ടോളാൻ പറ്റുന്നു. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ റെഡി ആക്കിയത്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തുറന്ന് കണ്ടു നോക്കിയാൽ. എന്നിട്ടിതാ ഒരു ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഒരു വലിയ ഉള്ളിൻ്റെ പകുതി ഭാഗം ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് അതും ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ലൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല മണം വരുന്ന സമയത്ത് ഇത്രയും ഫ്രൈ ആയാൽ മതി. ഉള്ളി നല്ല പോലെ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്ക് ഈ മിക്സാക്കി വെച്ച് ഇറച്ചി ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഇറച്ചി വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടി ഉണ്ടല്ലോ അതെല്ലാം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി ചേർക്കുക. ഓരോരുത്തർ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്തെടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവ് നോക്കിയിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ, ഈ ഗരം മസാലപ്പൊടീൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ. അപ്പോൾ അതായത് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. എണ്ണയെല്ലാം ചേർക്കാതെ കറി വെക്കണമെന്നുള്ളവർക്കല്ലേ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാനിത് കുറച്ച് എണ്ണ ഒഴിച്ചിന്, ഈ എണ്ണ ഒഴിക്കാതെ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് കുക്കറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്ത് നല്ല അടിപൊളി കറിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എണ്ണയെല്ലാം ചേർക്കാതെ ഉണ്ടാക്കണം എന്നിട്ടുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ അതും കാണിച്ചു തന്നെ, പിന്നെ അങ്ങനെയുള്ള റെസിപ്പിയും ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തറന്ന് കണ്ടു നോക്കിയാൽ. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുന്നു. കുക്കറിൻ്റെ മൂടി ശരിയായിട്ട് എടുക്കുന്നില്ല, ഒന്നിങ്ങനെ പതുക്കെ ഇങ്ങനെ മേലേക്ക് വെച്ച് കൊടുക്കുന്ന മാത്രം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട്. നല്ല പോലെ തിളച്ച് നമ്മളിപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ടില്ലല്ലോ, നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൂടി വെച്ച് കൊടുക്കുമ്പോൾ ആ ഇറച്ചിൻ്റെ ഒരു സ്മെല്ലും കാര്യമെല്ലാം പോകുന്നുണ്ടാവും. അപ്പോൾ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എല്ലാം നല്ല പോലെ ഒന്ന് ഉള്ളിയെല്ലാം ചെറിയതായിട്ടൊന്ന് വാടിയിട്ടുണ്ടല്ലോ, അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ മുളകിൻ്റെ അത്ര തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിന്, മുളക് എത്ര ചേർത്ത് കൊടുത്തിന് അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിന്. പച്ചമുളകും പിന്നെ കുരുമുളക് പൊടിയെല്ലാം ചേർത്തല്ലേ, അപ്പോൾ മല്ലിപ്പൊടി കുറച്ച് അധികം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിന്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഞാനിതാ ഒരു 3 വിസിൽ ഫാസ്റ്റ് തീയിലാക്കിയിട്ട് വയ്ക്കും.
പിന്നെ ഒരു 15 മിനിറ്റ് സമയം ചെറിയ തീയിലാക്കി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പം നല്ല കറക്റ്റായിട്ടുള്ള വേവായിട്ട് കിട്ടും നമുക്ക്. നല്ല ഫസ്റ്റ് തീയിൽ തന്നെ ആക്കിയിട്ടില്ലേ വിസിൽ കുറേ ഇടുമ്പോൾ ചില സമയത്ത് ചില കുക്കറിൽ അടിയിൽ പിടിക്കാൻ അങ്ങനെ എല്ലാം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ല കണക്കിൻ്റെ അളവിലായിട്ടുള്ള വേവായിട്ട് കിട്ടും. നല്ലൊരു അടിപൊളി കറിയായിട്ടും കിട്ടുന്നുണ്ടാവും. അപ്പോൾ നല്ല കറിയായിട്ടുണ്ടാവും. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും. അപ്പോൾ ഇനിതൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തങ്ങ് മതി. ഇതിനേക്കാളും ലൂസായിട്ട് കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് കഴിക്കാം. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാകും. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ടിട്ട് കറി ഉണ്ടാക്കണം. തേങ്ങ ചരിച്ച് തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങ ഇട്ട് കുറച്ച് സമയം ഒന്ന് വെച്ചെടുക്കും. ഇത് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. അത് ഇട്ട് കൊടുത്തില്ലെങ്കിലും സാരമില്ല, ഞാനൊന്ന് ഇട്ട് കൊടുത്തിന്. കറി ഒന്ന് റെഡിയായി. നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെങ്കിൽ നല്ല അടിപൊളി കറിയായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുമല്ലോ. നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിന്. അതിൻ്റെ ഒരു സ്മെല്ല് ഇപ്പോൾ നമ്മൾ കുക്കർ മൂടി വെച്ചിട്ടല്ലേ ഇത് വേവിച്ചിട്ട് എടുക്കുന്നതല്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലെല്ലാം പോകാൻ ലാസ്റ്റ് ഈ തിളപ്പിക്കലെല്ലാം നല്ലതാണ്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കുറച്ച് മറ്റേ കറിച്ചപ്പം ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് കറി റെഡിയായോ. നല്ല അടിപൊളി കറിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. എണ്ണയില്ലാതെല്ലാം കറി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി.